friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് past perfect tense-നെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ present perfect tense-നെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഉറപ്പായിട്ടും കാണുക. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാൻ പറ്റും. അതിനുശേഷം past perfect tense പഠിക്കുക. കാരണം എന്താ വെച്ചാൽ നല്ല കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാനും കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഫോമാറ്റ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, അതിനുശേഷം ഹാഡ് എന്ന ഓക്സിലറി വെർബ് എഴുതും, അതിനുശേഷം V3 ഫോം ഓഫ് ദ വെർബ് എഴുതും, പിന്നീട് ഒബ്ജക്റ്റ് എഴുതും. അതാണ് ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സാധാരണഗതിയിൽ സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് എന്ത് മാറേണ്ടതാണ്? ഈ ഓക്സിലറി വെർബ് ഹാഡ് മാറേണ്ടതാണ്. കാരണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹാസും സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഹാവും എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നില്ല. സബ്ജക്റ്റ് എന്തും ആയിക്കൊള്ളട്ടെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഓക്സിലറി വെർബായിട്ട് ഹാവേ വരുള്ളൂ. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ V3 ഫോമാണ് എഴുതുന്നത്. കാരണം നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഏത് പെർഫെക്റ്റ് ടെൻസ് എടുത്താലും നമ്മൾ V3 ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാവ്, ഹാസ്, ഹാഡ് എന്നീ ഓക്സിലറി വെർബിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്ത് തന്നെ വരുന്ന വെർബ് എപ്പോഴും V3 ഫോമിലായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഴുതുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. സോ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് യു ക്യാൻ യൂസ് ഇറ്റ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻ ദാറ്റ് വേ കംപ്ലീറ്റഡ് ബിഫോർ സം പോയിന്റ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പാസ്റ്റ് ആക്ഷന് മുന്നേ നടന്ന ഒരു ആക്ഷനെ പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിന് മുന്നേ സംഭവിച്ച ഒരു ആക്ഷനെ പറ്റി സംസാരിക്കാനോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അതായത് രണ്ട് രീതി യൂസ് ചെയ്യാം. ഞാൻ പറയാം. ഇത് പാസ്റ്റാണ്, ഇത്രയും ഭാഗം പാസ്റ്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ആക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവൻ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ഷൻ. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് എഴുതും? ഹി കെയിം. ഓക്കെ, ഇവിടെ ഒരു ആക്ഷൻ വന്നു. ഞാൻ വായിച്ചു കഴിഞ്ഞു എന്നുള്ള ആക്ഷനാണെന്ന് വിചാരിക്കുക. ഞാൻ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതെങ്ങനെ എഴുതും? ഞാൻ വായിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? ഐ completed the book. ബുക്ക് വായിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ബുക്ക് തീർത്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് സെൻറ്റൻസ് നമുക്ക് ഒരുമിച്ച് എങ്ങനെ പറയാം? ഇവിടെ പറയുന്നത് അവൻ വന്നു, ആ സമയത്ത് അതിന് മുന്നേ ഞാൻ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് രണ്ടും നമുക്ക് എങ്ങനെ കൂട്ടി എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഐ കംപ്ലീറ്റഡ് ദ ബുക്ക് വെൻ ഹി കെയിം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം അവൻ വരുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഹാഡ് കംപ്ലീറ്റഡ് എന്ന് പറയാം. ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ ബുക്ക് വെൻ ഹി കെയിം. ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ ബുക്ക് ബിഫോർ ഹി കെയിം. ഓക്കെ, വെൻ അല്ല, ബിഫോർ ഹി കെയിം. ഓക്കെ, അവൻ വരുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ഞാൻ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിരിക്കുന്ന ഏത് രീതിയിലാണ്? നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആക്ഷൻ, പാസ്റ്റിൽ ഒരു ആക്ഷന് മുന്നേ മറ്റൊരു ആക്ഷൻ നടന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയുമ്പോഴാണ് നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിൽ ഒരു ടൈമിന് മുന്നേ ഒരു ആക്ഷൻ നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് സഹിതം യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടോട്ട് നോക്കുവാണെങ്കിൽ ദ ട്രെയിൻ ലെഫ്റ്റ് അറ്റ് 9:15. വി അറൈവ്ഡ് അറ്റ് 9:30. എന്താണ് ഇവിടെ അർത്ഥം വരുന്നത്? 9:15 ട്രെയിൻ പോയി, ഞങ്ങൾ 9:30 എത്തി. സോ നമുക്ക് ട്രെയിൻ കിട്ടിയില്ല. അപ്പം ഞാൻ പറയാണ്, ഞങ്ങൾ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയി. ഓക്കെ, അതെങ്ങനെ പറയും? ഇങ്ങനെ പറയാം നമുക്ക്, ദ ട്രെയിൻ പോയതാണ് ആദ്യം നടക്കുന്നത് അല്ലേ? ദ ട്രെയിൻ, അതാണ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ്. എപ്പോഴും നമ്മൾ നോക്കുക, നമ്മളൊരു ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പം ആദ്യം നടക്കുന്ന സംഭവമാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതേണ്ടത്. ഓക്കെ, ആദ്യം ഏത് സംഭവമാണ് നടന്നത് അതിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ട്രെയിൻ 9:15 പോയി, 9:15 പോയി, ഞങ്ങൾ 9:30 എത്തി. അപ്പോൾ ഏത് ആക്ഷനാണ് ഇവിടെ ആദ്യം നടന്നത്? ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം നടന്നത്. അപ്പോൾ അതായിരിക്കണം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതേണ്ടത്. സോ ദ ട്രെയിൻ, ഇനി സബ്ജക്റ്റ് എഴുതി. ഇനി എന്താണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്? ഹാഡ് എന്നുള്ള ഓക്സിലറി വെർബ്. ദ ട്രെയിൻ ഹാഡ്. എന്താണ് ഇവിടെ നടന്ന ആക്ഷൻ? വേർബ് എന്താണ് ഇവിടുത്തെ? ട്രെയിൻ ലെഫ്റ്റ് എന്നുള്ളതാണ് വേർബ്. ഓക്കെ, ലീവ് എന്നുള്ളതാണ് വേർബ്. അതിൻ്റെ V3 ഫോം ലെഫ്റ്റ്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ
ഞങ്ങൾ എത്തുന്നതിന് മുന്നേ എന്നുള്ളതിന് പകരമാണ് നമ്മൾ ബിഫോർ എഴുതിയിരിക്കുന്നത്. ബിഫോർ എന്ത് സംഭവിക്കുന്നതിന് മുമ്പേ? ബിഫോർ വി അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുന്നേ ട്രെയിൻ പോയി എന്നെങ്ങനെ പറയും? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞത്? കാരണം ട്രെയിൻ ആദ്യം പോയി, ആ ആക്ഷനാണ് സംഭവിച്ചത് ആദ്യം, അതിനുശേഷമാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ പറയണം നമ്മൾ വരുന്നതിന് മുന്നേ ട്രെയിൻ പോയി എന്നാണ് പറയുന്നത്. സോ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 8 മണിക്ക് മുൻപേ, ഈ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് മായ്ച്ചു കളയാം, സോ ദാറ്റ് ഇതെല്ലാവരും കണ്ടല്ലോ, ഈ ഒരു ഫോമാറ്റ് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് ഹാഡ് V3 ഫോം ഓഫ് ദ verb പിന്നെ ഒബ്ജക്റ്റ്, അതാണ് നമ്മുടെ ഫോമാറ്റ്. ഞാനത് റബ്ബ് ചെയ്ത് കളയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എന്താണ് നമ്മൾ എക്സാമ്പിൾ? 8 മണിക്ക് മുൻപേ ഞാൻ ഉറങ്ങിപ്പോയി. ഓക്കെ, 8 മണിക്ക് മുൻപേ ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ പാസ്റ്റിലാണ് ഈ ആക്ഷൻ നടക്കുന്നത്. പാസ്റ്റിൽ 8 മണി എന്നുള്ള സമയം, ഓക്കെ, 8 PM, അതിന് മുന്നേ ഒരു ആക്ഷൻ നടന്നു, ഉറങ്ങി എന്നുള്ള ആക്ഷൻ നടന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് ടെൻഡൻസി വരുന്നത് ഐ സ്ലെപ്റ്റ് ബിഫോർ 8 o'clock എന്ന് പറയാൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇത് ആ സമയത്തിന് മുന്നേ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, ഒരു ആക്ഷൻ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. 8 മണിക്ക് മുൻപേ ഞാൻ ഉറങ്ങിപ്പോയി. ഇത് ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? 8 മണിയെക്കുറിച്ചാണോ? അല്ല. ഉറങ്ങിയതിനെ കുറിച്ചാണോ? അതുമല്ല. നമ്മൾ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പം ഞാനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സോ ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഓക്സിലറി വേർബ് ഹാഡ് വരണം. അപ്പോൾ ഹാഡ്. ഇനി എന്താണ് ഞാനിവിടെ ചെയ്ത പ്രവൃത്തി? ഉറങ്ങി, ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഉറങ്ങി, സ്ലീപ്പ്, അതിൻ്റെ V3 ഫോം സ്ലെപ്റ്റ്. ഐ ഹാഡ് സ്ലെപ്റ്റ്. ഇനി 8 മണിക്ക് മുൻപേ, അതാണ് സമയം. എങ്ങനെ എഴുതും? മുൻപേ എന്നുള്ളതിന് നമ്മൾ ബിഫോർ എന്ന് പറയും. ഐ ഹാഡ് സ്ലെപ്റ്റ് ബിഫോർ 8 PM. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഭവത്തിന് മുന്നേ മറ്റൊരു സംഭവം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അവൻ വന്നപ്പോൾ ഞാൻ കുളിച്ചു കഴിഞ്ഞു. സോ അവൻ വന്നപ്പോഴത്തേക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. അവൻ വന്നപ്പോൾ ഞാൻ കുളിക്കുമായിരുന്നില്ല. അവൻ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു? കുളി എന്ന് പറയുന്ന കാര്യം സംഭവിച്ചു കഴിഞ്ഞു. സോ 2 ഭാഗമാണുള്ളത്. ഒന്ന് അവൻ വന്നു, രണ്ടാമത്തേത് ഞാൻ കുളിച്ചു കഴിഞ്ഞു. അപ്പോൾ കുളിച്ച് ഏത് ആക്ഷനാണ് ആദ്യം നടന്നത്? അവൻ വന്നപ്പോൾ ഞാൻ കുളിച്ചു കഴിഞ്ഞു. അവൻ ആദ്യം വന്നോ അതോ ഞാൻ ആദ്യം കുളിച്ചു കഴിഞ്ഞോ? ഏതാണ് ആദ്യം നടന്ന ആക്ഷൻ എന്നാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. ഞാൻ കുളിച്ചു കഴിഞ്ഞു, അതാണ് ആദ്യം നടന്ന ആക്ഷൻ അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, ഞാൻ കുളിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഐ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ ഹാഡ് took a bath. I had taken a bath. Took അല്ല, I had taken a bath. എന്തുകൊണ്ടാണ് ഇവിടെ took അല്ല taken വന്നത്? എന്തുകൊണ്ടാണ്? കാരണം ടേക്കിൻ്റെ V3 ഫോം taken ആണ്. സോ I had taken a bath. ഇനി അടുത്ത എന്താണ്? അവൻ വന്നപ്പോൾ ഞാൻ കുളിച്ചു കഴിഞ്ഞു എന്നാണ്. I had taken a bath. വന്നപ്പോൾ, അപ്പോൾ, when he came. I had taken a bath when he came. എന്ന് വെച്ചാൽ അവൻ വന്നപ്പോൾ ഞാൻ കുളിച്ചു കഴിഞ്ഞു, ആ ആക്ഷൻ കംപ്ലീറ്റഡ് ആയി എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ലെറ്റ്സ് ചെക്ക് ദ ലാസ്റ്റ് എക്സാമ്പിൾ. അവൾ 2008 മുൻപേ അവളുടെ കമ്പനി തുടങ്ങി. സോ ഇവിടെ ദ സെയിം തിങ് ഇവിടെ പറയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? 2008 എന്ന് പറയുന്ന പാസ്റ്റിൽ ഒരു ടൈമിന് മുന്നേ ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആയി എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? അപ്പം ഇന്ന സമയത്തിന് മുന്നേ, പാസ്റ്റിൽ ഇന്ന സമയത്തിന് മുന്നേ ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു?
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. സോ ഇവിടെ ആദ്യം നടന്ന ആക്ഷൻ എന്താണ്? അവൾ 2008 മുൻപേ അവളുടെ കമ്പനി തുടങ്ങി എന്നുള്ളതാണ് അല്ലേ. സോ ഷീ, ഒരു കമ്പനി തുടങ്ങി എന്നുള്ളത് സ്റ്റാർട്ടഡ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഒരു കമ്പനി തുടങ്ങി അല്ലെങ്കിൽ അതിനൊരു ബിഗിനിങ് ഉണ്ടായി നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പം V3 ഫോം ഓഫ് ദ വേർഡ് എസ്റ്റാബ്ലിഷ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പം ഷീ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹർ കമ്പനി. എപ്പോഴാണ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഷീ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹർ കമ്പനി ബിഫോർ 2008, 2008 മുന്നേ. സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമാറ്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. സബ്ജക്റ്റ്, അതിനുശേഷം ഹാഡ് എന്നുള്ള ഓക്സിലറി വേർബ്, അതിനുശേഷം V3 ഫോം ഓഫ് ദ വേർബ്, പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ. ഇനി രണ്ടാമത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ഷന് മുന്നേ മറ്റൊരു ആക്ഷൻ കംപ്ലീറ്റ് ആയി. പാസ്റ്റിൽ രണ്ട് ആക്ഷൻസ് നടന്നു. അപ്പോൾ അതിൽ ഏത് ആക്ഷനാണ് ആദ്യം നടന്നത് അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും എഴുതുന്നത്. അതായത് രണ്ട് ആക്ഷൻസ് നടന്നു, അതിൽ ഈ ആക്ഷനാണ് ആദ്യം നടന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പാസ്റ്റിലൊരു പോയിന്റ് ഓഫ് ടൈമിന് മുന്നേ ഒരു കാര്യം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസേജസ് വരുന്നത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mithra. Stop worrying, start learning.